ഓടിച്ച് വായിച്ചോളൂ. 124. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. الكتاب الثاني هي 22 തുടങ്ങിയിട്ടേ ഉള്ളൂ. 122 തുടങ്ങിയിട്ടേ ഉള്ളൂ. 121 വായിച്ചു തീർന്നത്. ലിമാദാ ഖറജത മിനൽ ഫസ്ലി എന്ന് എന്നതിന് ഉത്തരം സ്വന്തം പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിന് ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞായിരുന്നു. ഒരു ഖറജത്തു ലി ഉപയോഗിച്ചിട്ട് പറഞ്ഞായിരുന്നു. യുനബ്ബിഹുൽ മുദർരിസു തുല്ലാബ ലിവുജൂബി നസ്ബിൽ ഫഇലി ബി ബഅദ ലാമു തഅലീൽ. ലാമു തഅലീലിന് ശേഷം, കാരണം പറയുന്ന ലാമിന് ശേഷം പത്ത് കൊടുക്കണം എന്നും പറഞ്ഞായിരുന്നു. ثم التمرين السادس يقرأ ما يلي. read the following. മലയാളം ഇല്ലെങ്കിലും ഇംഗ്ലീഷെങ്കിലും അറിയുന്ന ആളാണ്. ഈ എല്ലാ സെൻസിന്റെയും മലയാളം പറയണമെന്ന് പറഞ്ഞാൽ അവിടെ ഗോൾഡൻ സർട്ടിഫിക്കറ്റ് അല്ലേ അവിടെ നിന്ന് കഴിഞ്ഞത്? അല്ല, ഗോൾഡൻ അല്ല, അവിടെ ഡിപ്ലോമ നമ്മൾ ഗോൾഡൻ വരെ വന്ന് പരീക്ഷ. കോവിഡിന് മുമ്പ് നമ്മൾ നിർത്തിയിട്ട് പിന്നെ ഓൺലൈൻ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചു അന്നേ പഠിച്ചു. ഓൺലൈനിലുണ്ടായിരുന്നു. കാര്യം കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതി. വർക്ക് ചെയ്യുന്ന അതാണ്. ലോങ് ബ്രീത്ത് എടുക്കണം എല്ലാ ദിവസവും. ലോങ് ബ്രീത്ത്, ദീർഘശ്വാസം. കഴിയുന്നത്ര ശ്വാസം എടുക്കുക, പിന്നെ കഴിയുന്നത്ര ശ്വാസം വിടുക. ലോങ് ബ്രീത്ത്. അപ്പൊ നമ്മളെ യുവത്വത്തിലേക്ക് തിരിച്ചു പോകും. ഫിസിക്കലി യുവത്വത്തിലേക്ക് പോകും, മെന്റലി യുവത്വത്തിലേക്ക് പോകും, ബ്രെയിൻ കപ്പാസിറ്റി വർദ്ധിക്കും. അങ്ങനെ കുറെ സംഗതികളുണ്ട്. ഓക്കെ, ഇക്റമായലി അല്ലവൽ. ഒന്നാമത്തെ ഒരാൾ വായിക്കും. മേഡം തന്നെ ഒന്ന് വായിക്കോ. ക്ലിനിക്കിലേക്ക് ഞാൻ ക്ലിനിക്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നു. പോകാൻ വരുമ്പോ പോകുന്നതിന്. വരുമ്പോ എങ്ങനെയാണ്? പോകുന്നതിന് ഈ മുസ്തൗസഫ ഗൈറു മുൻസരിഫാണോ? ക്ലിനിക്ക് മുസ്തൗസഫി എന്ന് പറഞ്ഞു. ഇലൽ മുസ്തൗസഫി. ഈ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. അൽ വരുമ്പോൾ കെസർ കൊടുക്കണം. അത് ഗൈറുമുൻസരിഫല്ല, അത് ഗൈറുമുൻസരിഫല്ല, അത് വേറെ കാര്യം. ഇനി അൽ വന്നാൽ അതിനും കെസർ കൊടുക്കണം. അൽ വന്നാൽ എല്ലാത്തിനും കെസറായി. ഓക്കെ, അസാനി നസീതു അൻ അഖൂല ലക ഷൈഅൻ. എന്താ അർത്ഥം? നസീതു ഞാൻ മറന്നു. അൻ അഖൂല ലക ഷൈഅൻ. ഉദ്ദേശിച്ചേ പറയുന്നതിന്. ലക താങ്കളോട് പറയുന്നതിന് ഉദ്ദേശിക്കുന്നു. പറഞ്ഞതിന് മറന്നു. പറയാൻ മറന്നു. ഷൈഅൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമല്ല.
ഒരു കാര്യം. ഒരു ഒരു കാര്യം കാര്യം. ഒരു കാര്യം നമ്മളെ മലയാളത്തിൽ പറയല്ലോ, എന്റെ അടുത്തൊരു കാര്യം പറയാണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എണ്ണമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുറെ കാര്യം ഇത്തിരി നേരം സമയം പറയാനുള്ളതാണെങ്കിലും ഒരു കാര്യം നമ്മൾ പറയാം. ഓക്കെ അതാണ് ഷെയ്അൻ. ഓക്കെ അസാലിസ് നസീത്തു ഞാൻ മറന്നു. നസിയ മറന്നു. നസിയ മറന്നു. നസിയ നസു, നസീത്ത് നസീത്തും അങ്ങനെ വരിക. ഓക്കെ നസിയ നസു റബിയ പോലെ. നസിയ റബിയ പോലെയാണ്. റബിയ റബു റബിയ പഠിച്ചതാണ്. നസിയ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചതാണ്. അത് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചതാണ്. നസിയ നസിയുടെ ടേബിള്. നസിയ നസു നസീത്ത് നസീത്തും. അപ്പൊ ഖലീല മാഡം പഠിക്കുന്ന സമയത്തുള്ള സിലബസ് മാറ്റമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ സിലബസ് ഒക്കെ മാറി. അതെ അതെ ആ കുറച്ച് കൂടുതൽ വെർബൊക്കെ പിന്നീട് പഠിപ്പിക്കാൻ തുടങ്ങി. അതെ. അന്ന് പക്ഷെ നിങ്ങൾക്ക് ഗ്രാമറൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിപ്പിച്ചു. നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്തു. അതെ അതെ. ഓക്കെ. അസാലിസ് ഒരാൾ വായിക്കും. ഇത് ഖുർആനൽ കരീം. എന്താ അർത്ഥം? മാ ഹിയൽ മാന. ഉരീദു അൻ അഹ്ഫള. അഹ്ഫള മനപ്പാടമാക്കി. അഹ്ഫള ഞാൻ മനപ്പാടമാക്കുന്നു. ഉരീദു അൻ അഹ്ഫള ഞാൻ മനപ്പാടമാക്കാൻ ആഗ്രഹിക്കുന്നു. അൽ ഖുർആനൽ കരീം. ഖുർആൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് മലയാളത്തിൽ പറയുന്ന പോലെയാണ്. കരീം എന്ന് പറഞ്ഞാൽ ആദരണീയമായെന്നാണ്. പക്ഷെ എന്നാലും നമ്മള് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് അൽ ഖുർആൻ കരീം. അറാബി അടുത്ത ആൾ വായിക്കൂ. അറാബി നസീതു അൻ അക്തുബ ദർസ. എന്താ അർത്ഥം? പാഠം എഴുതാൻ ഞാൻ മറന്നു. ഞാൻ പാഠം എഴുതാൻ മറന്നു. ഞാൻ പാഠം എഴുതാൻ മറന്നു. അൽ ഖാമിസ്. നുജൂമ മിണ്ടാത്ത എന്താ? നുജൂമ വായിക്കും. നുജൂമ F15. ഞാൻ കൊറേ കാലമായിട്ട് ക്ലാസ്സിനുണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല. വന്നപ്പോ നമ്മളെ കണ്ടുപിടിച്ചല്ലോ നിങ്ങളെ. കൊറേ കാലായി വരാത്ത, തിരക്കായിരുന്നു. ഇപ്പൊ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയത്. ഏത് നാലാമത്തെ ആണോ? നസീത്തു. ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അദ്റുസൽ ലുഗത്തൽ അറബിയ്യ ലിഅന്നഹ ലുഗത്തുൽ ഖുർആനിൽ കരീം. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ അറബി ആയതുകൊണ്ട് ഞാൻ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. മാഷാ അല്ലാ. വന്നില്ലെങ്കിൽ എന്ത് പഠിക്കുന്നുണ്ടല്ലോ. മുൻപുള്ള അറിവാണ്. അതാണ് കുഴപ്പം. കുറച്ചറിയാവുന്നതുകൊണ്ടാണ് വരാതിരുന്നത്. നമ്മളൊക്കെ പാവങ്ങൾ അലിപ്പ പഠിച്ചോണ്ടിരിക്കുന്നേ ഉണ്ട്. അത് മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പോഴേ എല്ലാ ദിവസവും വരണം. നമ്മൾ കുറച്ചറിയാമെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ ലെവലിലേക്ക് പോകും കേട്ടാ. കുറച്ചറിയുന്നവരാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അൽ അസാദിസ് ഞാനുണ്ടായിരുന്നത് അക്ബർ ഷാ, അക്ബർ അഷ്റഫ്. വയ്ക്കൂ. അസാദിസ് 6. നരീദു അന്ന നസ്അലുക സവാലു യാ ഉസ്താദ്. സുആലൻ. യാ ഉസ്താദ്.
അന്നാണ് നുരീദു അൻ നസ്അലക. നരീദു അന്ന നസ്അലക സുആൽ യാ ഉസ്താദ്. യാ ഉസ്താദ്. എന്താ അർത്ഥം? നരീദു എന്ന് പറഞ്ഞാൽ നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. തുരീദു നസ്അലക ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അൻ നസ്അലക ഞങ്ങൾ, നസ്അലക താങ്കളോട് ചോദിക്കുന്നതിന്. സുആലൻ സുആൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹംസ അങ്ങ് പോയി. സുആൽ എന്ന് പറയുമ്പോൾ ഹംസ് വേണം. മാത്രമല്ല ഹംസ് ടെമ്പറുള്ള അക്ഷരമാണ്. ഹംസിന് ശബ്ദം എന്നല്ല പറഞ്ഞത്. എന്താണ്? ടെമ്പറുള്ള അക്ഷരം. അവിടെ പറയുന്ന സമയത്ത് അവിടെ തൊടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? ടക്ക പോലെ എന്താ പറയാ, സ്ട്രോങ് ആയിട്ട് തൊടണം. അതാണ് ഹംസ്. ടെമ്പറുള്ള അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക്. ടെമ്പറുള്ള അക്ഷരങ്ങളാണ് അജിദു, കത്തിൻ, ബക്കത്ത്. അജിദു, കത്തിൻ, ബക്കത്ത്. അജിദു അജിദു കത്തിൻ ബക്കത്ത്. ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. അജിദു കത്തിൻ ബക്കത്ത്. അപ്പൊ ഹംസ്, ജീമ്, ദാല്, ഖാഫ്, ത്വാ, ബാ, കാഫ്, താ ഈ അക്ഷരങ്ങളെല്ലാം എന്താണ്? ടെമ്പറുള്ള അക്ഷരമാണ്. അ, ബ, അ, ജ, ദ, ഓ, തോ, ബ, ക, ത. അതുകൊണ്ടാണ് സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ സക്കാത്തിന് ചക്കയുടെ ഇരട്ടക്കായ എഴുതുന്നത്. സക്കാത്ത് എന്ന് എഴുതുന്ന യഥാർത്ഥത്തിൽ സക്കാത്തിന് കാഫിന് ശബ്ദില്ല, പക്ഷേ അത് ടെമ്പറൽ അക്ഷരമാണ്. ഓക്കെ, അതിൽ നമ്മൾ ടെമ്പറൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ പിശകുള്ളത്, അതായത് എന്താ പറയാ, ക്ലിയർ ആകാതെ വരുന്നത് ഹംസാണ്. നമ്മൾ അവഗണിച്ച് കളയുന്നത് ഹംസിനെയാണ്. അതുകൊണ്ടാണ് ഹംസ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാ പോലെയാണ് ഇരിക്കുന്നത് പേര് പറയുമ്പോൾ. പക്ഷെ അത് ടെമ്പറലാണ്. അ, ഇ, ഉ. ഓക്കെ. നസ്അലക സുആലൻ യാ ഉസ്താദ്. അസ്സാബിഅ മുംതാസ്. സാബിഅ 7. മുംതാസ് വായിച്ചായിരുന്നോ? വായിക്കൂ. പേര് വിളിച്ചു പറഞ്ഞ ആള് പോയോ? മൈക്കൊന്നും ഓണാവുന്നില്ല എന്ന് തോന്നല്ലോ. പിന്നെ അബ്ദുൾ റഷീദ്. ജസ്റ്റ് വന്നുള്ളൂ ഉസ്താദ്. അസ്സലാമു അലൈക്കും. വലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹ്. എത്രാമത്തെ ഉസ്താദ്? 7. പേജ് നമ്പർ 124. 122. 122. സ്ക്രീൻ കാണുന്നില്ലേ? കാണാൻ പറ്റില്ല. സ്ക്രീനിൽ ഏഴാമത്തെ വായിക്കൂ. സ്ക്രീൻ വളരെ ചെറുതാണ്, പെട്ടെന്ന് വായിക്കാൻ പറ്റൂല. വളരെ ചെറുതാ, അതാണ്. നിങ്ങൾ 2-3 പ്രാവശ്യം ജില്ലയിലൊക്കെ പോകുമ്പോഴേ ഒരു പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഒരു ടാബ് കൂടെ വായിക്കില്ലേ? ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു നഷ്ടമില്ല. ഒഴിവാക്കിയാണ് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉള്ള ടെക്നോളജി, ഏത് ടെക്നോളജി ഉണ്ടോ എല്ലാ ടെക്നോളജി ഉപയോഗിക്കണം. അതായത് ലെസ് ലഗേജ് മോർ കംഫർട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഖുർആൻ പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാം വേസ്റ്റിലിട്ടേക്ക്. കാരണം ബാക്കിയെല്ലാം വേസ്റ്റാ. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം വേസ്റ്റാണ്. ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വാട്സപ്പ് പഠിച്ചത്. ടാബ് ഖുർആൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഓക്കെ, 7 വായിക്കുക. എത്രാമത്തെ ഉസ്താദ്?
ഏഴ് അസാബിയാണ്. 7 അസാബിയ അസാബിയ തുരീദു അത്തുരീദു അൻ തഖൂല ലി ഷൈഅൻ. എന്താ അർത്ഥം? ഇനി പറ. അത്തുരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അല്ല ചോദ്യാണ്. ചോദ്യമാണ്. ശരി. അത്തുരീദു ഞാൻ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്നു അല്ല അതല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുവോ? അവിടെ ഒരു കാര്യമല്ല. ഇവിടെ ഷെയ്അൻ പറയുമ്പോ ഒരു കാര്യമല്ല. താങ്കൾ എന്നോട് ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ശരി. കുറച്ച് അല്ലെങ്കിൽ ഒരു കാര്യം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അങ്ങനെ വരുന്നത്. താങ്കൾ എന്നോട് കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. എന്തെങ്കിലും പറയട്ടോ. അതെ, താങ്കൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നു. എന്നോട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പൊ ഷെയ്അൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറി വരും. അതെ. അപ്പൊ അത്തരീദു ലാ അൻ അഖൂല ലി ഷൈഅൻ. അതുരീദു അൻ തഖൂല ലി ഷൈഅൻ. അത്തുരീദു അല്ല, അതുരീദു. ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ വായിക്കുന്നതിന്റെ ഒരു എന്താ പറയാ, ഒരു ഊന്നലുകളില്ലേ, അത് നമ്മൾ അതിന്റെ വെർബിന്റെ രൂപം നോക്കിയിട്ട് വേണം ഊന്നൽ കൊടുക്കേണ്ടത്. തുരീദു എന്നതാണ് വെർബ്. തുരീദു എന്നതാണ് വെർബ്. എന്നത് ക്വസ്റ്റ്യന് വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ്. അപ്പൊ അത് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവണം. തുരീദു ബ്രേക്കില്ല. تريد أن تقول لي شيء. تريد أن أقول لشيء شيئا. تقول لشيء أن വരുമ്പോ നസ്ബ് ചെയ്യണം. സാമിൻ 8. അപ്പൊ ഉസ്താദ് അതിന് പകരം ലി അൻ തഖൂല എന്ന് പറഞ്ഞൂടെ? ഇല്ല, ഇതാണ് അതിന്റെ ഓർഡർ. തുരീദു അൻ തഖൂല ലി ഷൈഅൻ. രണ്ടും ഒന്നാന്ന് പറഞ്ഞല്ലോ. അൻ വെച്ചാലും അൻ മറിഞ്ഞിരിക്കും, വെളിവാവും ചെയ്യുന്ന അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ലി അൻ തഖൂല ഒന്നാന്ന് പറഞ്ഞല്ലോ. അതെന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ കോണ്ടാക്സിൽ അതായത് പറഞ്ഞത് തുരീദു ലി തഖൂല എന്ന് പറഞ്ഞാലും പോരുന്നു, അന്നന് പകരം ലീന്ന് പറഞ്ഞാലും പോരുന്നു. അതെ, ലി പോരുന്നു, അതാണ് ഉദ്ദേശം. ലി തഖൂല അങ്ങനെ പറയാൻ കുഴപ്പമില്ല. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയണം. പക്ഷെ ഇതാണ് അതിന്റെ നോർമൽ യൂസേജ്. ശരിയാ. അപ്പൊ മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, വെളിവാകുന്ന അവസ്ഥയാണ് വേണ്ടത് അല്ലേ? ഇപ്പൊ വെളിവായതാ, വെളിവായിട്ട് പറഞ്ഞത് വെളിവായതാണ്. നമ്മൾ കുറേ വായിക്കുക. റീഡ് മോർ, ലിസൺ മോർ, പ്രാക്ടീസ് മോർ. റീഡ് മോർ, ലിസൺ മോർ എന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. മനസ്സിൽ നമ്മൾ മലയാളത്തിൽ മലയാളത്തിൽ നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് തിരിച്ചും മറിച്ചും നമ്മൾ പറഞ്ഞു നോക്കേ, അത് ശരിയാവില്ല. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഞാനിപ്പോ പറഞ്ഞ ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ. അപ്പൊ നമ്മള് വേറെ ആദ്യം ഏതെങ്കിലും ഒരു വാക്ക് മറിച്ചിട്ടാൽ ശരിയാവോ? അപ്പൊ നമുക്ക് തെറ്റുണ്ടാവില്ല. അതേപോലെയാണ് കുറെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ലാംഗ്വേജ് ആരും കൊണ്ടുവരുന്നതല്ല, ലേൺ ബൈ ഡൂയിങ് ആണ്, പ്രാക്ടീസ് ബൈ ഡൂയിങ്. അതുകൊണ്ടാണ് റഷീദ് സാറ് പ്രാക്ടീസ് ചെയ്യുന്നു പറയുന്നത്. റഷീദ് സാറ് കോടതി പോകുന്നുണ്ടോ? അപ്പൊ കോടതിയിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ പറയുന്നത്? ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ പറയുന്നത്? അതെ, ഐ ആം ആൻ അഡ്വക്കേറ്റ് പ്രാക്ടീസിങ് ഇൻ സോ ആൻഡ് സോ എന്ന് പറയാ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട്. കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ സംഭവം ശരിയാവുള്ളൂ. ശരി.
അസാമിൻ. സാമിൻ ആരാ വായിക്കാം? يريد أبي أن يدرس بالجامعة الإسلامية. എന്താ അർത്ഥം? അർത്ഥം ഇസ്ലാമി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എൻ്റെ സഹോദരൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്റെ സഹോദരൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സഹോദരൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെയല്ലേ മലയാളത്തിലുള്ള സെൻസ് പറഞ്ഞു നോക്കിയേ. യുരീദു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ എന്റെ സഹോദരൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. എന്റെ സഹോദരൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ സഹോദരൻ അതായത് മലയാളത്തിൻ്റെതായ ഘടന, അറബിയുടേതായ ഘടന. അറബിയുടെ അതേ ഘടനയിലല്ല മലയാളത്തിൽ പറയാം. മലയാളത്തിന്റെ സ്ട്രക്ചർ ഉണ്ട്, മലയാളത്തിന്റെ ഘടനയുണ്ട്. അറബി പറയുമ്പോൾ അറബിയുടെ ഘടനയുണ്ട്. അറബി കൂടുതൽ പറഞ്ഞു വരുമ്പോൾ അറബിയുടെ ഘടന വരും. മലയാളം കൂടുതൽ പറഞ്ഞു വരുമ്പോൾ മലയാളത്തിന്റെ ഘടന വരും. നമ്മളെ കുട്ടികളെ ഒന്നും നമ്മൾ മലയാളം പഠിപ്പിക്കുന്നില്ലല്ലോ. അവരൊക്കെ കൃത്യമായിട്ട് മലയാളം സംസാരിക്കും. ഒരു കുഴപ്പമില്ല. മലയാളത്തിലാണെങ്കിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കുകയും ചെയ്യും. അപ്പോൾ അവരൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വായിക്കുക, കേൾക്കുക. അപ്പോൾ അറബി ഭാഷയുമായിട്ട് താതാത്മ്യം പറ്റും. ഓക്കെ. അത്താശ ഷറഫുദ്ദീൻ. ഷറഫു അത്താശ യാത്രയിലാണോ? എവിടെയാണ്? വണ്ടിയിലാണോ? ലിഫ്റ്റിലാണോ? ഓക്കെ. റഷീദ് വായിക്കി. ഒന്നുകൂടെ ഇറക്കി വേറൊരാൾ പറയല്ലേ? നസീത്ത് കഴിഞ്ഞിട്ട് എന്താന്നുള്ളത് കേൾക്കുന്നില്ല. എന്താ അർത്ഥം? എന്താ അർത്ഥം? ഞാൻ മറന്നു, എഴുതാൻ മറന്നു. ഉൻവാന് കവർ എൻവലപ്പിന്റെ മേലെ ഞാൻ അഡ്രസ് എഴുതാൻ മറന്നു. അതെ, എൻവലപ്പിന്റെ മേലെ ഞാൻ അഡ്രസ് എഴുതാൻ, അല്ലെങ്കിൽ എൻവലപ്പിന്റെ കവർ എൻവലപ്പ്. കവർ എന്ന് പറയുന്നതിനേക്കാളും എൻവലപ്പ് എന്ന് പറയുക കേട്ടോ. കാരണം ലർഫ് നമ്മൾ മലയാളത്തിൽ കവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കത്തയക്കുന്നത് കവറിലാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് കത്തയക്കുന്ന കവറാണ്. പക്ഷെ കേൾക്കുന്നയാള് പുസ്തകത്തിന്റെ കവറാണെന്ന് വിചാരിച്ചാലോ? എൻവലപ്പ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അപ്പൊ തംലീൽ സാബിർ എക്സർസൈസ് നമ്പർ 7. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി മുസ്താനിലൻ അൻ ഉപയോഗിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മുസ്താമിലൻ യൂസിങ് അൻ ഉപയോഗിച്ചുകൊണ്ട്. ഇസ്താമല എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു. സൂഖ് മുസ്താമൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് മാർക്കറ്റ്. സൂഖ് മുസ്താമൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് മാർക്കറ്റ്, ഉപയോഗിച്ച മാർക്കറ്റ് എന്നല്ല, ഉപയോഗിച്ച സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിന് സൂഖ് മുസ്താമൽ എന്ന് പറയാം. നമ്മൾ ഇവിടുത്തെ പോലെ എല്ലാ സ്ഥലത്തും വിൽക്കാൻ പറ്റൂല. ഉപയോഗിച്ച സാധനം വിൽക്കുന്നതിന് പ്രത്യേക മാർക്കറ്റുണ്ട്. അവിടെ ഉപയോഗിച്ച സാധനം വിൽക്കാവും. ഉപയോഗിച്ച സാധനം പുതിയ സാധനം എന്ന നിലയ്ക്ക് വിൽക്കപ്പെടാൻ പാടില്ല. അപ്പൊ സൂഖ് മുസ്താമലിൽ കൊണ്ടുപോയാലേ അവിടെ ഉപയോഗിച്ച സാധനം വിൽക്കാൻ പറ്റുള്ളൂ. ഉപയോഗിച്ച സാധനം വിൽക്കണമെങ്കിൽ സൂഖ് മുസ്താമലിൽ പോയി വിൽക്കണം. മുസ്താമിലൻ എന്താണ്? മുസ്താമിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവൻ. കഴിഞ്ഞ ആഴ്ച എടുത്തതാണല്ലോ അതൊക്കെ. അപ്പൊ എത്ര നേരം നിങ്ങൾ അവിടെ പോയിരുന്നു? ഞാൻ വൈകി വന്നതാ. വൈകിട്ട് കയറിയത്. വൈകിട്ട് കയറി. അല്ല, ആരാ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞ ഞങ്ങൾ ആരാണ് നോക്കട്ടെ. വൈകി കയറി ആരാണ്?
മുംതാസ് ഇപ്പൊ കേറിയിട്ടുള്ളൂ ഉസ്താദ്. ഇപ്പൊ ഞാൻ ഈ മറ്റേ അതിന്റെ മുന്നത്തത് 9 8 എത്തുമ്പോഴാണ് ഞാൻ ഇങ്ങനെ അടുത്തത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇതിൽ വന്നപ്പോഴാണ് ഓർമ്മയത്. ആ കഴിഞ്ഞ എടുത്തതാണെന്ന്. ഏതെടുത്ത് കഴിഞ്ഞാല് ഇതെടുത്തതാണ് കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതാ ഉസ്താദ് ഇതൊക്കെ. നമ്മൾ 123 പേജ് അവസാനിച്ചു. 9-ാമത്തെ തുടങ്ങേണ്ടത് തമിരീൻ 9. 122 പറഞ്ഞിട്ട് 123 ഞാൻ പറയാം 123 ഓടിച്ച് പറഞ്ഞിട്ട് തമിരീൻ 9 പോയി. 9 ഒരെണ്ണം എടുത്ത് 123 കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 123 9 ഒരു തംരീനെ വായിച്ചോളൂ. ഫസ്റ്റത്തെ പക്ഷെ എട്ടാമത്തെ തംരീന് അങ്ങോട്ട് ശരിക്കും വായിച്ചില്ല. നേരെ അങ്ങോട്ട് പോയിട്ട് 9 പോയി. അപ്പൊ അതിനെ തുരീദു അൻ തദ്ഹബ ഫീ ഉത്തലത്തി സൈഫ് അവരോട് ചോദിച്ചു. അപ്പൊ മൂന്നാർ പോവോ വർക്കല പോവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തായിരുന്നു. ഇനി 124ാമത്തെ പേജിൽ 9ാമത്തെ തംരീന്റെ 2 മുതൽ 1ാമത്തെ എടുത്തത്. ഏഴാമത്തെ ശരിയാ. ശരി 7 പഠിച്ചു. 8 ഇക്രായിൽ അംസലത്തിൽ ആദ്യത്തി ലാമില് ലാമത്താല്. അതൊക്കെ വായിച്ചു. അത് വായിച്ചോ? അത് വായിച്ചിട്ട് നേരെ 9 പോയി. 2ാമത്തത് എടുക്കും. നമുക്ക് 124 ഫസ്റ്റത്തെ 2ാമത്തെ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. 9ാമത്തെ 1 തൊട്ട് തുടങ്ങാം. ഞാൻ വായിച്ചുതരാം. ഓടിച്ചു പോയുള്ളൂ. ഓക്കെ. അജിബ് അൻ അസ്അലത്തിൽ ആദ്യത്തെ മുസ്താമിലൻ ലാമുത്താലീൽ. ലാമുത്താലീൽ അറിയാമല്ലോ, കാരണം പറയുന്ന ലാമ്. ലാമ് എന്നാണ് പേരെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ ലി എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോ ലാമ് എന്ന് പേരുള്ള പല ലാമുകളുണ്ട്. ലയുൻബദന്ന എന്ന് പറയുന്നതിനും ലാമാണ്, പക്ഷെ അവിടെ ഫത്തഹുള്ള ലാമാണ്. ലയുൻബദന്നതിന് ലാമ് ഫത്തഹുള്ള ലാമാണ്. അപ്പൊ പേര് പറയുമ്പോൾ ലാമെന്നാ പറയുക. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ല എന്നല്ല പറയുക. അറബിയിൽ പറയുമ്പോൾ അതിന്റെ പേരാണ്, അക്ഷരത്തിന്റെ പേരാണ് പറയുക. ഇപ്പൊ ലാമു താലീൽ ഉപയോഗിക്കുന്നത് കെസർ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റത് എന്താണ്? ലാമു ഊന്നി പറയാനുള്ള ലായാണ് ലയുൻബദന്ന. അവിടെ ഊന്നി പറയാനുള്ള ലാ ഉപയോഗിക്കുന്നത് ഫത്തഹ കൊടുത്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന. അപ്പൊ ഊന്നി പറയാനുള്ള ലാ അവിടെ അല്ല, സർവനാമത്തിന്റെ കൂടി ലാൽമ ചേർക്കണല്ലേ? അത് ലക്കും ദീനുക്കും വലിയ അത് വേറെ. സർവനാമത്തിന്റെ കൂടെ ചേർക്കുന്ന പിന്നെ എന്താണ്, അവിടെ ഒരു ലാമുണ്ട്. അത് ഏത് ലാമാണ്? കെസർ വരുത്തുന്ന ലാമ്. കെസർ വരുത്തുന്ന ലാമ് എന്താണ്? ലീ ആണ്. അത് കെസർ വരുത്തുന്ന ലാമിന് യഥാർത്ഥത്തിൽ ഒറിജിനലി ഉച്ചരിക്കുമ്പോൾ ലീ ആണ്, കെസറാണുള്ളത്. ആ ലാമിനെ കെസർ വരുത്തുന്ന ലാമിന്റെ കൂടെ സർവനാമം ചേർത്താൽ ഫത്തഹ കൊടുത്തിട്ടാണ് പറയുക. ലഹു ലഹും. എനിക്ക് എന്ന് പറയുന്നിടത്ത് മാത്രം കെസർ കൊടുക്കും, ബാക്കിയെല്ലാം ഫത്തഹ കൊടുത്തിട്ടാണ് പറയുക. ഓക്കെ. അപ്പൊ 3 ലാം പഠിച്ചു. 3 ലാം പഠിച്ചോ? ഊന്നി പറയാനുള്ള ലാമ് ലഖദ് ഖലഖന ഇന്നൽ ഇൻസാന ലഫീ ഖുസർ. അവിടെയുള്ള ലായല്ല ഊന്നി പറയാനുള്ള ലാം. ആ ലാം പറഞ്ഞേക്ക് മുമ്പ് അതിന്റെ തൊട്ട് മുമ്പ് ഇന്ന വരൂലേ? ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്നോ? എല്ലാ നേരത്തും വരുമല്ലോ. ലഖദ് ഖലഖന ഇൻസാന ഇന്ന ഒന്നില്ലല്ലോ. അവിടെ ഇന്ന ഇല്ല അല്ലേ? എല്ലാ ലയുമ്പ തന്നെ പറഞ്ഞിടത്ത് അത് ഇന്ന അവസാനമുണ്ട്, എല്ലാ തുടക്കത്തിലുണ്ട്. അങ്ങനെ വരാതിരിക്കുകയും ചെയ്യാം. രണ്ടും വരാം. പിന്നെ ലാമു താലീലിനും കെസർ വരുത്തുന്ന ലാമിനും കെസറാണുള്ളത്, ലി. അപ്പൊ അതിന് ഒരെണ്ണം വായിച്ചു. ലിമ ദഖൽതുമുൽ മത്അം എന്ന് പറഞ്ഞു. എന്താ ഉത്തരം പറയാൻ പറഞ്ഞത്? നശ്റബു എന്ന വാക്കുണ്ട്. ലിനശ്റബൽ മാ. ലിനശ്റബൽ മാ. ദഖൽനൽ മത്അമ ലിനശ്റബൽ മാ. ദഖൽനൽ മത്അമ ലിനശ്റബൽ മാ. നിങ്ങളാണോ പറഞ്ഞത് മറ്റൊക്കെ കൂടെ ക്ലാസ് വരുന്നത്? ഈ മുന്താസല്ലേ പറഞ്ഞത്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു ഡൗട്ടും കൂടി പറയും.
നമ്മൾ കാലട വകഭേദത്തിന്റെ മുമ്പില് ഇന്ന ചേർക്കാൻ പഠിച്ചില്ലേ? ആ അപ്പൊ ഇവിടെ തെക്കൂലു അൻ തെക്കൂല എന്ന് പറയുമ്പോ അത് എങ്ങനെ അതിന്റെ ഒരു ഇത് പറഞ്ഞു? രണ്ടും സെപ്പറേറ്റ് ആണ് ആവൂലെ? അതായത് ഇന്നയും അന്നയും വരുമ്പോൾ കാലയുടെ ശേഷം വരുമ്പോൾ ഇന്ന എന്നാണ് പറയേണ്ടത്. അതെ. ഇന്നയും അന്നയും എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന വിഷയം വരുമ്പോൾ കാലയുടെ ശേഷം വരുന്നത് ഇന്നയാണ്. അതാണ് വിഷയം. അത് വേറെ വിഷയം. ഇവിടെ അൻ എന്ന സുക്കൂറുള്ള നൂനാണ് അൻ. ശരി. ആ സബ്ജക്റ്റ് അല്ല ഈ സബ്ജക്റ്റ്. ഇവിടെ എന്താണ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്ന അർത്ഥത്തിലുള്ള അൻ. അപ്പൊ ആ അന്നാണ് ഇവിടെ അൻ തഖൂല പറയുന്നതിന്. ഓക്കെ, അപ്പൊ രണ്ടാമത് വായിക്കൂ. ലിമ ഖറജിത മിനൽ മദ്രസത്തി. അല്ലെങ്കിൽ ഒരാൾ മിണ്ടു. ഖറജതു മിനൽ മദ്രസത്തി ലി അശ്തരിയൽ കലമ. ലി അശ്തരിയൽ കലമ. യാന് അശ്തരി ഇഷ്തറ ഇഷ്തരി എന്നാണ് അവിടെ. ഇഷ്തറ ഇഷ്തരി എന്ന ദീർഘമാണ് വരുന്നത്. അപ്പൊ അഷ്തരി എന്ന് പറയുന്നിടത്തൊക്കെ ദീർഘമാണ്. പക്ഷേ അൻ വരുമ്പോൾ അൻ അഷ്തരിയ യാന് ഫത്തഹ കൊടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അസാലി സ്ഥലത്തെ വായിക്കും. സാലിസ്. ലിമ ദഹബതു ഇലാ ഖറിയതിക ലിമ ദഹബത. ദഹബത ഇലാ ഖറിയതിക ഇലാ ഖറിയതിക യൗമൽ ജുമഅത്തി. ഇലാ ഖറിയതിക യൗമൽ ജുമുഅത്തി. കറിയത്തക്കാന്നല്ലേ? കറിയത്തക്ക അല്ല, ഇലാ ഖറിയതിക. ഇല വന്നോണ്ട് ഖറിയത്തി. അപ്പൊ യായിനാണോ നസ്ബിയുണ്ട് അല്ലേ? റഷീദ് സാറെ, കറിയത്തുൻ എന്നതാണ് നാമം. അവിടെയാണ് അവസാനത്തെ അക്ഷരത്തിനാണ് കസ്ർ കൊടുക്കുക. യായും ഇവിടെ കസ്ർ വരുന്ന പദവും തമ്മിലൊന്നും ബന്ധമില്ല. അത് ഇടയിലുള്ള അക്ഷരമാണ്. കറിയത്തുൻ. കറിയത്തുൻ കറി 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 ഈത്തിൻ എന്ന് വരില്ല, കറി യൂത്തുൻ എന്നും വരില്ല. കറിയത്തുൻ അത് അശ്തരിയെന്ന് വിട്ടു പോകുന്നില്ല ആ ചിന്ത, അതാണ് പറ്റിയത്. അത് പേരോണ്ട് വരാത്തോണ്ടാണെന്നാണ് അദ്ദേഹം റഷീദ് സാഹിബും ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഒരാള് പറയൂ, അതിന്റെ അർത്ഥം പറയൂ, അതിന്റെ ഉത്തരം പറയൂ. ദഹബതു ഇലാ ഖറിയതിക യൗമൽ ജുമുഅത്തി ലി ഖറിയതിക എന്നാണ് പറയുന്നത്. ലി ഖറിയത്തി. ഇലാ ഖറിയത്തി എന്റെ നാട്ടിലേക്ക് പോയി, എന്റെ ഗ്രാമത്തിലേക്ക് പോയി. യൗമൽ ജുമുഅത്തി ലി അസൂറ. ലി അസൂറ മൻ? ലി അസൂറ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം. അല്ലെങ്കിൽ അസൂറ പറഞ്ഞാൽ എത്താൻ പറ്റൂല. ഒരാളുണ്ടാവൂല, മഫ്ഊലും ബി ഉണ്ടാവൂലല്ലോ. ആരെ കാണാൻ പോയെന്ന് പറയണ്ടേ? ഞാൻ കാണാൻ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആരെ കാണാൻ പോയെന്ന് പറയണ്ടേ? അപ്പൊ അസൂറ ഉമ്മി അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം. അറാബിയ പറയൂ. റഷീദ് സാറിന്റെ കയ്യിലുള്ള ഐഫോൺ ഏത് മോഡലാ? ഐഫോൺ ഏത് മോഡലാണെന്ന്? അതൊന്നും എനിക്കറിയില്ല സാർ. ഐഫോൺ ആണ്. ഇച്ചിരി വലിയ ഐഫോൺ വാങ്ങിക്കുന്നത്. സ്ക്രീനിന്ന് വായിക്കുന്നോണ്ടാണോ?
അതെ, സ്ക്രീനിൽ നിന്ന് വായിക്കാന്ന് പറഞ്ഞാൽ സ്ക്രീന് ഫോണിൽ ആ സ്ക്രീൻ കാണുന്നെങ്കിൽ അത് ചെറുതായിട്ടല്ലേ കാണുള്ളൂ. ആ അതിലൊന്ന് പ്രസ് ചെയ്ത വലുതായിക്കോളും. ഓ ഇപ്പൊ ശരിയായി. ആ തുന്നാന്നാണ്. അല്ല ആ അത് പറ്റിയ ബുക്ക് വെച്ചു, അതാ പറ്റിയത്. ബുക്കില് ഇതില്ല. ബുക്കിലും ശരി തന്നെയാ. അത് കുറച്ച് വലുതാക്കാലോ. ഓക്കെ, വായിക്കും. ലിമാ ദഹബത്തുന്ന ഇല നക്ര അല്ലേ? മക്തബത്തി യാ അഖവാത്ത്. യാ അഖവാത്ത്. അഖവാത്ത്. സ്പെക്സ് ഉപയോഗിക്കുന്നുണ്ടോ? സ്പെക്സ് ഉപയോഗിക്കുന്നു. ഞാൻ എല്ലാവരും നിങ്ങളെല്ലാവരും ഞാൻ മനസ്സിൽ കാണുകയാണ് എങ്ങനെയാണ് ഷേപ്പ് ഉള്ളത്. ഫോട്ടോ സ്പെക്സ് ഇല്ലാണ്ട് ശരിയാവില്ല. അത് കറുത്ത കണ്ണടയാണോ സംശയമുണ്ട്. അല്ല, അത് ഡേലൈറ്റ് മറ്റേതാണ്. ആ കണ്ണട മാറ്റേണ്ടി വരും. മാറ്റേണ്ട ആവശ്യമില്ല. ഉത്തരം പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകള് പോയത് ഇലൽ മക്തബത്തി അല്ലെ? ഓഫീസിലെത്തിയ സഹോദരിമാരെ. മക്തബത്ത് ഓഫീസാണോ? ലൈബ്രറിയാണ്. അല്ല, സോറി, ലൈബ്രറി. മക്തബുൻ ഓഫീസ്, മക്തബത്തുൻ ലൈബ്രറി. ഓക്കെ. ഈ മക്തബുൻ ഓഫീസും ടേബിളും ഉണ്ടല്ലോ അല്ലെ? അതെ, മക്തബ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന സ്ഥലം എന്ന അർത്ഥം. അല്ല, എഴുതുന്ന സ്ഥലം എന്നാണ് മക്തബ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അത് എഴുതുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എഴുതുന്ന സ്ഥലം ഓഫീസാണെങ്കിൽ ഓഫീസ്, അല്ല ഇതിന്റെ പുറത്തല്ല എഴുതുന്നത്, മേശയുടെ പുറത്തല്ല എഴുതുന്നത്. ആ അർത്ഥത്തിലാണ് വെച്ചെഴുതുന്നത് മേശ. അല്ല വരുമോ ഇല്ല എന്നുള്ള വേറെ വിഷയം. അത് ഓഫീസാവാം, മറ്റേതാവാം, മേശയാവാം. അതെ, മക്തബുൽ അഖാറാത്ത് എന്നുണ്ടാവും. റിയൽ എസ്റ്റേറ്റ് ഓഫീസ്. മക്തബുൽ ബരീദ് പോസ്റ്റ് ഓഫീസ്. ഓക്കെ, അർത്ഥം അതിന്റെ ഉത്തരം പറയൂ. പെണ്ണുങ്ങളടുത്താണ് ചോദ്യം. സ്ത്രീകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റേ ലൈബ്രറിയിലേക്ക് അതിന്റെ ഉത്തരം പറയൂ. അതിന്റെ ആൻസർ പറയാനോ? അത് പെണ്ണുങ്ങൾ പറയണ പോലെ പറയണോ? പെണ്ണുങ്ങൾ പറയുന്ന പോലെ പറയും. നോക്കട്ടെ, എന്തെങ്കിലും മാറ്റമുണ്ടോ അറിയണം. ഒരു പെണ്ണുങ്ങൾ പറയുമ്പോൾ എന്താ മാറ്റം? അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെയിം അല്ലേ? ആണുങ്ങൾ പെണ്ണുങ്ങൾ സെയിമാണ്. എന്നാ പെണ്ണുങ്ങൾ പറയും. രണ്ടും പറയാൻ കിട്ടല്ല. ഫാത്തിമ മുംതാസ് ആരെങ്കിലും പറയും. ذهبتن إلى المكتبة يا أخوات لنقرأ القرآن. ഞങ്ങൾ ഉപയോഗിച്ചത് വരാൻ പാടില്ല. ലിമ ദഹബത്തുന്ന, നിങ്ങൾ എന്തുകൊണ്ട് പോയി എന്നാണ് ചോദ്യം. ഉത്തരം എന്ത് പറയണം? അപ്പൊ ഞാൻ പറയുവാണേ, വേണ്ടല്ലോ, വേണോ? സഹോദരിമാരെ ചോദിക്കണോ? എങ്ങനെ പറയാ? ذهبنا إلى المكتبة أن نقرأ القرآن അല്ല أن نقرأ المجلات. അന്നാണോ ഉപയോഗിക്കാൻ പറഞ്ഞത്? لنقرأ المجلات. അല്ല, മജല്ലാത്തി. സമാവാത്തി പോലെ അല്ലേ? മാഗസിൻ വായിക്കാനാണ് പോയത് ലൈബ്രറിയിൽ.
ഓക്കെ അൽഹാമിസ് ലിമ അവിടെ ജാ ഒന്നുകൂടി വായിച്ചത് നല്ലതാണ്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കൺഫ്യൂഷൻ ഉണ്ട്. പെണ്ണുങ്ങളോട് ചോദിക്കുകയാണ്, ലിസൺ, പെണ്ണുങ്ങളോട് ദഹബന ചോദിക്കുകയാണ്, ഇനി ആരും മിണ്ടരുത്, ഞാൻ പറയാം. ആ പെണ്ണുങ്ങളോട് ചോദിക്കുകയാണ്, ലിമ ദഹബത്തുന്ന, തുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി, ലിമ ദഹബത്തുന്ന. അപ്പം ദഹബത്ത നീ പോയി, നീ ഒരു പുരുഷൻ പോയി, ദഹബത്തി നീ ഒരു സ്ത്രീ പോയി, ദഹബത്വം നിങ്ങൾ കുറെ പുരുഷന്മാർ പോയി, ദഹബത്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ പോയി. അപ്പോൾ ലിമ ദഹബത്തുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ പോയത് പെണ്ണുങ്ങളെ, ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക്, യാ അഖ്വാത്തു സഹോദരിമാരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലൈബ്രറിയിലേക്ക് പോയത് എന്നാണ് ചോദ്യം. അപ്പോൾ നഖ്റഉ എന്ന ക്രിയ ഉപയോഗിച്ചിട്ടാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഉത്തരം പറയുന്നത് ഞങ്ങൾ പോയി എന്നാണ് പറയേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ട് പോയി എന്ന് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ പോയി എന്നാണ്. നിങ്ങൾ സഹോദരിമാരെ നിങ്ങൾ പോയി എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ സഹോദരിമാരെ ഞങ്ങളെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങൾ പോയി മാത്രം പറഞ്ഞാൽ മതി. അപ്പോ നെദഹബിന നിങ്ങൾ പറഞ്ഞ ചാൻസ് ഞാൻ പറഞ്ഞില്ല. ദഹബിന ഞങ്ങൾ പോയി, ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക്, ലി നഖ്റ അൽ മജല്ലാത്തി അല്ലെങ്കിൽ ലി നഖ്റ സുഹഫ പത്രം വായിക്കുന്നതിന് വേണ്ടി, ലി നഖ്റ തഫ്സീർ അല്ലെങ്കിൽ വേറെ എന്തോ ആകാം, എന്തെങ്കിലും വായിക്കുന്നതിന് വേണ്ടി. അതെന്റെ ലി നഖ്റ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൂടെ പറയണം. നേരത്തെ പറഞ്ഞ പോലെ അസൂറ വന്നപ്പോ ലി അസൂറ ആരാണെന്ന് പറയണം. അതേപോലെ ലി നഖ്റ അൽ മജല്ലാത്തി മാഗസിൻ വായിക്കുന്നതിന് വേണ്ടി. അപ്പോ ദഹബിന എന്നാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അഖവാത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം സഹോദരിമാരെ എന്ന് ചോദിപ്പിക്കാൻ വേണ്ടിയാണ് അഖവാത്ത് ഉപയോഗിച്ചത്. ഓക്കെ, അൽഹാമിസ് വേറൊരാൾ പറയും. ഷറഫു ഹലോ. പറയും. ലിമ ജാ അഖൂക ഇൽ മദീനത്തിൽ മുനവ്വറ. എതിർസോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഉത്തരം പറയും. ഇലൽ മദീനത്തിൽ മുനവ്വറ ലി യദ്റുസ യദ്റുസുൽ ലുഗത്തൽ അറബിയ്യത്ത. അല്ലെങ്കിൽ ഖുർആൻ, എന്താണെങ്കിലും ആകാം. മദീന വന്നത് ഖുർആൻ പഠിക്കാനാകാം, ലുഗത്തുൽ അറബിയ പഠിക്കാനാകാം. സാരിസ് ആര് വായിക്കാം? അക്ബർ അഷ്റഫ്. നേരത്തെ മിണ്ടിയായിരുന്നു അക്ബർ അഷ്റഫ്, നേരത്തെ വിളിച്ചിട്ട് മിണ്ടിയില്ല. നേരത്തെ വായിച്ചിരുന്നു. നേരത്തെ വായിച്ചു. അപ്പൊ വിധി പറയും. 7 അല്ല 6 6 السادس. زميلك لما خرج زميلك. لما خرج زميلك من الفصل. യഗസിൽ വന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അർത്ഥം പറയണം, അല്ല ഉത്തരം പറയണം. ഖറജ യഗ്സിലു ജമീലു. ഖറജ ജമീലുക എന്നുള്ളത് എന്ത് പറയണം? അതിന് പകരം ഖറജ ജമീലി മിനൽ ഫസ്ൽ. പിന്നെ ലിയഗ്സില വജ്ഹഹു. അതാ പറയുന്നത്, അക്ബർ തന്നെ പറയുന്നത്. ലിയഗ്സില എന്ത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ലീ ആണ് വിഷയം. ഒന്നുകൂടെ പറയൂ.
നിങ്ങൾ പറഞ്ഞു. അതെ, ഉത്തരമാണോ? ഉത്തരം പറയാ. ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഭാഗം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പാഠം. അല്ല, ആർക്കൊക്കെയാ കൺഫ്യൂഷൻ ഉള്ളത് എന്ന് പറയും. അല്ല ഇത് റഷീദ് സാറിന് കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ചെറിയ എന്തോ ഒരു അവിടെ നിൽക്കും, വെയിറ്റ്. വേറെ ആർക്കാ കൺഫ്യൂഷൻ? ഫരീദ് സാഹിബിന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, എനിക്കില്ല. മുംതാസിന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല 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 ഇത് ഫാത്തിമ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല ഇല്ല. ഷറഫുദ്ദീന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. എനിക്ക് ആർക്ക് മാത്രമേ കൺഫ്യൂഷൻ? ഖലീല ബീവിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. ജുമാക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? എനിക്ക് ഞാൻ കുറെ കാലം ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തോണ്ട് കൺഫ്യൂഷൻ ആണ്. അറിയാനില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കുറെ കാലം വന്നോ ഇല്ല എന്നുള്ളതല്ല, ഈ ക്ലാസ് തുടക്കം മുതൽ പങ്കെടുത്തോ? ഇപ്പോൾ വായിക്കുന്നത് തുടക്കം മുതൽ പങ്കെടുത്താൽ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും. കാരണം കണ്ടല്ല പറയാൻ പറയുന്നത്, കേട്ട് പറയാനാണ് പറയുന്നത്. ലി യഗ്സില, ഇതാണ് വാക്ക്. ലി യദ്റുസ, ലി നഖറഅ, ലി നഅബുദ, ഇതാണ് സബ്ജക്റ്റ്. വേറെ ഒന്നുമില്ല സബ്ജക്റ്റ്. ബാക്കിയൊക്കെ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ലിമ ഖറജിത്ത എന്ന് ചോദിച്ചാൽ ഖറജിത്തു എന്ന് ഉത്തരം പറയണം. അത് ആർക്കറിയാത്തത്? ലിമ ദഹബത്ത എന്ന് ചോദിച്ചാൽ ദഹബത്തു എന്ന് ഉത്തരം പറയണം. ലിമ ദഹബത്തുന്ന എന്ന് ചോദിച്ചാൽ ദഹബന എന്ന് ഉത്തരം പറയണം. അതാർക്കറിയാത്തത്? ലിമ ജാ അഖൂക എന്ന് ചോദിച്ചാൽ ജാ അഖീ എന്ന് ഉത്തരം പറയണം. അതൊക്കെ പണ്ടൊക്കെ വിഷയമാണല്ലോ. അതൊന്നും 1-2 ക്ലാസ് വരാത്ത വിഷയമൊന്നുമല്ല. അത് മനസ്സിലായി. പിന്നെ എന്നുള്ളത് ലിമ ഖറജ സമീ ലുക്ക എന്ന് ചോദിച്ചാൽ ഖറജ സമീ ലീ എന്ന് പറയണം. എന്റെ സഹപാഠി. അതേപോലെ ലിമ ഖറജ സമീലു, സമീലു ഖറജയുടെ സബ്ജക്റ്റ് ആണ് സമീലു, അവിടെ നമ്മ കൊടുക്കണം. അപ്പൊ ലിമ ഖറജ സമീലുക, അപ്പൊ ഉത്തരം പറയേണ്ടത് ഖറജ സമീലി മിനൽ ഫസിലി ലി യഗ്സില. ഇത്രയേ ഉള്ളൂ. കഴുകാൻ. ഞാൻ കൺഫ്യൂഷൻ ഉള്ളത് അതെ, കുഴപ്പമില്ല. അന്നന്റെ എഫക്റ്റ് തന്നെ വരും. അന്നിന്റെ എഫക്റ്റ് തന്നെയാണ്. അന്നിന്റെ എഫക്റ്റ് തന്നെയാണ്. പക്ഷേ ലീ വരുമ്പോൾ അന്നിനെ കാണാൻ പറ്റില്ല. അൻ ഉള്ളത് പോലെയാണ്. അൻ ഉള്ളത് പോലെയാണ്. ലീ വരുമ്പോൾ അന്നിനെ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലീ വരുമ്പോൾ അൻ കാണാൻ പറ്റുന്ന സന്ദർഭം ഉണ്ടാവും, കാണാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവും. നമ്മളിപ്പോ കാണാൻ പറ്റാത്തടത്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം അൻ കാണുമ്പോഴത്തേക്ക് അന്ന് അവിടെ കണ്ടാൽ അൻ വന്ന ആളെന്നുള്ള നെസ്ബി ചെയ്തൊന്നും അറിയാം. അപ്പൊ അൻ വരുമ്പോ ലീവ് വേണ്ട അല്ലേ? അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് എന്താണ്? അൻ ലീ വരുന്നിടത്ത് അൻ ഉള്ളത് പോലെ തന്നെയാണ്. ലീ വരുമ്പോൾ അൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അപ്പോ അൻ വരുന്ന കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അൻ വരുന്നിടത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അൻ വരാത്തയിടത്ത് ലീ വന്നാൽ അൻ വന്നതുപോലെ പറയണം. നമ്മൾ ഈ പറയുന്നതല്ല, നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് 10 ഉദാഹരണങ്ങൾ പറയിപ്പിക്കുന്നത്. നാവ് വഴങ്ങാൻ വേണ്ടിയാണ് ഉദാഹരണങ്ങൾ കൂടുതൽ പറയിപ്പിക്കുന്നത്. ലിമ ഖലഖന അല്ലാഹു തആല. അല്ലാഹു തആല. ഉത്തരം പറയും. خلقنا الله تعالى لنعبد الله. ഒരാൾ പറയുമ്പോ ഇടയ്ക്കേറി പറയല. ആരാ വായിച്ചു തുടങ്ങിയത്? ഫാത്തിമ. ലിമ ഖലഖന അല്ലാഹു തആല. ഉത്തരം പറയൂ. അല്ലാഹു തആല നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത്? ഉത്തരം പറയൂ. ഖലഖന അല്ലാഹു തആല ലിനഅബ്ദുല്ലാഹ. ലീ വന്നാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ലിനഅബ്ദുല്ലാഹ.
നിങ്ങൾ ഒന്നിലധികം പേര് പറഞ്ഞാലേ പറയുന്ന ആൾക്ക് മനസ്സിലാവില്ല. ഇത്രയും പറയും, ഒന്നുകൂടെ പറയൂ ഫാത്തിമ. خلقنا الله تعالى لنعبد الله. ലി നഅ്ബുദ. ഇവിടെ പറഞ്ഞ മുഴുവൻ لنعبد എന്താണ്? ലി الله. വന്നാല് ശേഷം വരുന്നതിന് നെസ്ബ് കൊടുക്കണം. لنعبد الله. സാമിൻ. അടുത്തയാള് ഖലീല. എട്ടാമത്തെ വായിക്കും. لما قام المدرس. ലിമ ഖാമൽ മുദർരിസു. യക്തുബു ചേർത്ത് ഉത്തരം പറയൂ. ആമൽ മുദർരിസു. قام المدرس ليكتب. ആ ليكتب. ലി യക്തുബ. يكتب. ലി വന്നാൽ നസ്ബ് ചെയ്യണം. ലി യക്തുബ. ലി യക്തുബ. യക്തുബ മാത്രം പറയാൻ പറ്റുമോ? لا. ലി യക്തുബ ദർസ يكتب الدرس. അല സബൂറത്തി. بالسبورة. ലി യക്തുബ ദർസ എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഉസ്താദ് പാഠം എഴുതേണ്ട കാര്യമില്ലല്ലോ. ഉസ്താദ് പാഠം എഴുതാൻ വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. اكتب الدرس على السبورة. على السبورة. طيب التاسع. لم تذهب إلى مكتب البريد الآن؟ إلى مكتب البريد الآن. آخذ جيرت ترمريم. لم تذهب നീ എന്തുകൊണ്ട് പോകുന്നു? ഇല മക്തബിൽ ബരീദി ആൻ. ഇപ്പോൾ എന്തിനാണ് നീ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്? ഉത്തരം പറയും ഒരാള്. എല്ലാരും പേടിച്ചു പോയോ? ഇല മക്തബിൽ ബരീദി. അല്ല, കംപ്ലീറ്റ് പറയൂ. ലീമത്ത് അദ്ഹബു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് അദ്ഹബു. അദ്ഹബു ഇലാ മക്തബിൽ ബരീദിൽ ആന. ആന ലി ആഖദ. أخوذ لآخذ. آخذ. എന്താ റഷീദ് സാർ എന്താ പറയേണ്ടത്? റഷീദ് സാർ ആഖുദ. ലി ആഹുദ. ആഹുദ കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാം? ആഹുദ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയണ്ടേ? ആഹുദ മറ്റേ ആഹുദ എന്നുള്ളതിന്റെ അർത്ഥം ഉസ്താദെ മറന്നു. എന്താ എടുക്കേണ്ടത്? എന്തെങ്കിലും എടുക്കണ്ടേ? ബരീദ് എന്താ എടുക്കണ്ടേ? റിസാല. റിസാല. ലി ആഹുദ റിസാലാത്ത്. റിസാല. റിസാലാത്ത്. റിസാലത്ത്. കത്തുകൾ. കത്തുകൾ. റിസാലാത്ത് ബാത്തിയാണ് അല്ലേ? ആത്ത് വരുന്ന എല്ലാം ഓപ്പൺ ഡായാണ്. റിസാലാത്ത. അപ്പൊ സ്ത്രീലിംഗ ആവൂലേ? റിസാലത്തുൻ സ്ത്രീലിംഗം. റിസാലാത്ത് പറയും. എന്നോടാണോ? റിസാലാത്ത് ജംആവൂലേ? അതെ, ഫത്തഹ കൊടുക്കാൻ പറ്റുമല്ലോ. ആത്തിയല്ലേ വേണ്ടേ? റിസാലാത്തി. റഷീദാബിന് എന്താ സംശയം? ഇല്ല, എനിക്ക് സംശയമില്ല. സംശയമില്ല. ഓക്കെ. അപ്പൊ റിസാലത്തി എന്ന് പറഞ്ഞല്ലേ? റിസാലത്തി എന്ന് പറഞ്ഞാൽ ഒരു കത്തെടുക്കാൻ വേണ്ടിയാണോ പോകുന്നത് പോസ്റ്റ് ഓഫീസിൽ? ബഹുവചനം. നമ്മൾ കോമൺ സെൻസ് കൂടെ ഉപയോഗിക്കണ്ടേ? ബഹുവചന സ്ത്രീലിംഗം എന്നല്ലേ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്? വെയിറ്റ് ഖലീസാബിന് ചോദിക്കുന്നത് റിസാലത്തി എന്ന് പറയാൻ പറ്റുമോ? ആഹുദ കഴിഞ്ഞാൽ റിസാല ഏകവചനമാണെങ്കിൽ ഫത്ത് കൊടുക്കണം. ഏകവചനമാണെങ്കിൽ പത്ത് കൊടുക്കണം. റിസാലത്ത. ആഹുദ റിസാലത്ത. ഞാൻ കത്തെടുക്കാൻ പോകുന്നു. അങ്ങനെ പറയാം. ആഹുദ റിസാലത്ത. ഞാൻ കത്തെടുക്കാൻ പോകുന്നു. ബഹുവചനമാണെങ്കിൽ ആഹുദ റിസാലാത്തി. അവിടെ ഫത്തയില്ല. ആത്തിന് ഫത്തഹില്ല. ഫത്തഹിന് വരെ കസ്ര കൊടുക്കാം. ഓക്കെ. ഖലഖസ്സമാവാത്തി പോലെ അത് തന്നെ. ഓക്കെ. അടുത്തതാ അഷറ അൽ ആഷിർ.
ലിമ തദ്റുസൂന ലുഗത്തൽ അറബിയ്യത യാ ഇഖ്വാനു. ندرسون اللغة العربية. എന്താ വെയിറ്റ്, ندرسون എന്നല്ലേ? നെദ്റുസിന്റെ കൂടെ ഊന എവിടെയെങ്കിലും കണ്ടുണ്ടോ? അല്ല, ندرس. നെദ്റുസു. ندرس. നെദ്റുസുൽ ലുഗത്തൽ അറബി. ഇങ്ങനെയാണ് പഠിക്കുക നമ്മൾ. കാരണം എന്താണ് പറയുമ്പോഴേ നമുക്ക് ലുഗത്തുൽ അറബിയ്യത ലുഗത്തൽ അറബിയ്യത نفهم. ലിനഫ്ഹമൽ ഖുർആന. ലിനഫ്ഹമൽ ഖുർആന, അണ്ടർസ്റ്റാൻഡ് ഖുർആനിന് വേണ്ടിയാണ്. നഫ്ഹമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഗ്രഹിക്കുക. അണ്ടർസ്റ്റാൻഡിന് വേണ്ടി. അണ്ടർസ്റ്റാൻഡ് ഖുർആന. ഫഹിമ, മനസ്സിലാക്കി, ഗ്രഹിച്ചു. മനസ്സിലായില്ല, അത് മനസ്സിലായില്ല. ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ, നഫ്ഹമൽ ഖുർആൻ. In order to understand the Quran, لنفهم القرآن. طيب تأمل معي لي. لا يمكن أن تجلس هنا. هذا مقعد عثمان. പാഠത്തിൽ ഒരു ഭാഗം വന്നായിരുന്നു. ലാ യുംകിനുക എന്ന ഭാഗം വന്നിട്ടുണ്ട്. എങ്ങനെ വന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായിരുന്നാലും ലാ യുംകിനു അൻ തജ്ലിസ ഹുന എന്നും പറയാം, ലാ യുംകിനുക അൻ തജ്ലിസ ഹുന എന്നും പറയാം. ഓക്കെ, അതിന്റെ രൂപം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. യുംകിനു എന്നതിന്റെ രൂപം ഇങ്ങനെയുള്ള യൂസേജിൽ മാറുന്നില്ല. യുംകിനു എന്ന യുംകിനു ആണ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ യുംകിനു എന്നതിന്റെ രൂപം മാറുന്നില്ല. അതേപോലെ തന്നെ ലാ യുംകിനു ഉപയോഗിക്കുമ്പോഴും അത് മാറുന്നില്ല. അതേസമയം ലാ ഇപ്പോ എന്താണ് സാധ്യമായി എന്ന് പറയുമ്പോഴോ? സാധ്യമായി മാതി രൂപം യുംകിനു അല്ലല്ല, അപ്പോഴും യുംകിനു തന്നെ അല്ലല്ല, ഇറ്റ് ഈസ് പോസിബിൾ. അത് ഫ്യൂച്ചറിന് വേണ്ടി മാത്രമേ നമുക്ക് യുംകിനു എന്ന വാക്ക് ഉപയോഗിക്കുള്ളൂ. നമ്മള് ഇംഗ്ലീഷിൽ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഭാവിയിലെ ഒരു കാര്യം ഈസ് ഇറ്റ് പോസിബിൾ എന്ന സംഭവം, ഈ പോസിബിൾ ഉപയോഗിക്കുന്ന എന്തിനാ നമ്മള്? ഭാവി പറയാൻ വേണ്ടിയാ, പാസ്റ്റ് പറയാൻ വേണ്ടിയാ? പറയാൻ വേണ്ടിയാണ്. മറ്റേ സാധിച്ചു എന്ന് പറയണം. അത് വേറെ, അത് വേറെ, അത് വേറെ അല്ല, അത് വേറെ. പോസിബിലിറ്റി, സാധ്യത പറയുമ്പോൾ അതെന്താണ്? അത് ഭാവിയെ കുറിച്ചാണ് സാധ്യത പറയുന്നത്. പാസ്റ്റ് ആണെങ്കിൽ നടന്നു കഴിഞ്ഞതാണ്. ആ പ്രയോഗമല്ല ഇത്, പാസ്റ്റിലുള്ള പ്രയോഗമല്ല ഇത്, ഭാവിയിൽ സാധ്യതയുണ്ട് എന്ന പ്രയോഗമാണ്. അപ്പോ എന്താണ്? യുംകിനുക എന്നും ഉപയോഗിച്ചിട്ടും പറയാം, യുംകിനു എന്ന് ഉപയോഗിച്ചിട്ടും പറയാം. അതാണ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. യുംകിനുക നിനക്ക് സാധ്യമാണ് എന്നിടത്ത്, യുംകിനുക അതായത് യുംകിനുനി എന്ന് പറയുന്നിടത്തും എന്താണ്? അപ്പൊ അവിടെ സർവനാമം ചേർത്തിട്ടും പറയാം, സർവനാമം ചേർക്കാതെയും പറയാം. കേട്ടോ? എന്തായിരുന്നാലും യുംകിനുവിന്റെ കൂടെ മറ്റൊരു ക്രിയ ഉണ്ടാകും. എന്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ക്രിയ ഉണ്ടാകും. ആ ക്രിയയുടെ കൂടെ യഥാർത്ഥ രൂപഭേദമായ അതിന്റെ സർവനാമം അത് ചേർന്നിട്ട് വരും. നോക്കുക, ലാ യുംകിനുക എന്ന് പറയാം അൻ തജ്ലിസ. എന്തിന് സാധ്യതയുണ്ട്? അൻ തജ്ലിസ. അവിടെ തജ്ലിസയിൽ എന്തുണ്ട്? അൻതയുടെ രൂപഭേദമുണ്ട്. തജ്ലിസ എന്നുണ്ട്, നീ നിനക്കിരിക്കുന്നതിനൊന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ലാ യുംകിനു എന്ന് പറയാം, ലാ യുംകിനുക എന്ന് പറയാം. ഓക്കെ, അത് മക്കളത് ഉസ്മാൻ, ഇത് ഉസ്മാന്റെ സീറ്റാണ്. രണ്ടാമത്തത് അതേപോലെ തന്നെ യുംകിനുക ഔ യുംകിനു. നമ്മൾ ബ്രാക്കറ്റ് ഇടുമ്പോൾ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ
അഥവാ എന്ന് ചേർത്ത് വായിക്കും. ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് കൂടെ ചേർത്ത് വായിക്കും. അപ്പോ അറബിയിൽ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? യുംകിനുക ഔ യുംകിനു അൻ തഖ്റുജ. അവിടെ തഖ്റുജയില് ക്രിയയുടെ യഥാർത്ഥ രൂപഭേദം ഉള്ളത് കൊണ്ട് യുംകിനുക എന്നും പറയാം, യുംകിനു എന്നും പറയാം, സർവനാമം പറയാം, ചേർക്കാതെയും പറയാം. അൻ തഖ്റുജ മിനൽ ഫസ്ലിൽ ആൻ. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറപ്പെടാം. ഇനി യുംകിനുക അൻ തഖ്റുജ എന്ന് പറയുന്നതിന് പകരം യുംകിനുക്കൽ ഖുറൂജു. അവിടെ എന്താണ്? ഖുറൂജ് വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയയുടെ ആളിനെ സൂചിപ്പിക്കുന്ന, കർത്താവിനെ സൂചിപ്പിക്കുന്ന രൂപഭേദം വരുന്നില്ല. അപ്പൊ ക്രിയ വരാത്തത് കൊണ്ട് എന്ത് പറയണം? യുംകിനുവിന്റെ കൂടെ കാ ചേർത്ത് തന്നെ പറയണം. കാരണം ഖുറൂജിന്റെ കൂടെ ക്രിയയുടെ രൂപഭേദമൊന്നും വരുന്നില്ല. ഖുറൂജ് പോകൽ എന്നാണ്. ആര് പോകൽ എന്നത് ഇല്ല. അതുകൊണ്ട് യുംകിനുവിന്റെ കൂടെ എന്ത് ചെയ്യണം? കാ ചേർത്ത് തന്നെ പറയണം. ക്രിയാധാതു അവിടെ വന്നാൽ അല്ലേ? നിനക്ക് സാധ്യമാണ് എന്ന് പറയുന്നിടത്ത് നിന്നെ സൂചിപ്പിക്കുന്ന സൂചകം വേറെ എവിടെയും ഇല്ല. അതുകൊണ്ട് യുംകിനുവിന്റെ കൂടെ കാ ചേർത്ത് തന്നെ പറയണം. ആ യുംകിനുനി, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ എന്നും പറയാം, ആ യുംകിനു എന്നും പറയാം. കാരണം എന്താ? അൻ ആഹുദ. അവിടെ ആഹുദു, അഹദയുടെ രൂപഭേദമായ ആഹുദു, ആഹുദ എന്ന വാക്കുണ്ട്. ഞാൻ എടുക്കുന്ന ആഹുദ എന്ന രൂപഭേദം അവിടെ ആഹുദിന് അങ്ങനെയുള്ളത് കൊണ്ട് യുംകിനുനി എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, യുംകിനു എന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. ആ യുംകിനു. അപ്പൊ രണ്ടും പറയാം. അയുംകിനുനി എന്ന് ഉപയോഗിക്കാം, അയുംകിനു എന്നും ഉപയോഗിക്കാം. അൻ ആഹുദ ഹാദിഹിൽ മജല്ലത്ത, ഈ മാഗസിൻ ഇലൽ ബൈത്തി വീട്ടിലേക്ക് എടുക്കാൻ എനിക്ക് പറ്റുമോ? അറാബിയൻ അബി മരീദുൻ ജിദ്ദൻ. എന്താർത്ഥം? എന്റെ ഉപ്പ രോഗിയാണ്. വളരെ രോഗിയാണ്. വളരെ രോഗിയാണ്. വല്ലാത്ത രോഗത്തിലാണ് പാപ്പ. സീരിയസ് എന്ന് പറയാൻ പറ്റോ? സീരിയസ് എന്ന് പറയാൻ പറ്റോ? ആ, സീരിയസ് എന്ന് പറയാം. സീരിയസ് ഉള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്കെല്ലാം സീരിയസ് ആണ്. അതുകൊണ്ട് ജിദ്ദൻ ലാ യുംകിനുഹു അൻ യദ്ഹബ ഇലൽ മസ്നഇ. ഫാക്ടറിയിലേക്ക് പോകാൻ സാധ്യമല്ല. അതെ. ലാ യുംകിനുഹു അൻ യദ്ഹബ ഇലൽ മസ്നഇ. അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അൽ-ഖാമിസ് ഹദാ യുംകിനു വഹദാ ലാ യുംകിൻ. ഹദാ യുംകിൻ വഹദാ ലാ യുംകിൻ. ഇത് സാധ്യമാണ്, ഇത് സാധ്യമല്ല. هذا يمكن وهذا لا يمكن. طيب تأمل الأمثلة. منذ എന്താണ്? സിൻസ്. അത് മുതൽ കേട്ടോ, അത് മുതൽ പറയുന്നതിന് മുൻപ് എല്ലാ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. മുഹമ്മദൻ മുൻപ് യൗമിസ്സബത്ത്. അപ്പൊ മുൻപ് ഏതിന്റെ കൂടെയുള്ളതാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന്. മുൻപ് കസ്ർ വരുത്തുന്ന പദങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ നമ്മള് മുൻപ് അതിന്റെ കൂട്ടത്തിലുള്ളതാണ് മുൻപ്. ഈ മുൻപ് സമയത്തിന്റെയും കാലത്തിന്റെയും കൂടിയല്ലേ വരുള്ളൂ. അതെ. മറ്റേ ഈ സ്ഥലത്തിന്റെ ഒന്നും കൂടെ വരൂലല്ലോ. അല്ലല്ല, സ്ഥലത്തിന്റെ കൂടെ വരുന്നു. മുൻപ് യൗമുൽ ജുമാഅത്തി, യൗമുൽ ജുമാ മുതൽ. മുഹമ്മദിനെ ഞാൻ കണ്ടില്ല. ആ, സിൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഉപയോഗിക്കുന്നത്. അല്ല മക്ക മുതൽ മദീന വരെ എന്നുള്ളത് മുൻപ് മക്കത്താന്ന് പറയാൻ പറ്റില്ല. ആ ലൊക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല.
സമയവും ആ പീരീഡൊക്കെ ഉപയോഗിക്കാം. സമയം, പീരീഡ്, ആ അതൊക്കെ ഉണ്ടല്ലോ. മുൻപ് ഉസ്ബുഈൻ ഒരാഴ്ചയായിട്ട് കാണുന്നില്ല. മുൻപ് സനവാത്ത് അല്ലെങ്കിൽ മുൻപ് സിനീൻ വർഷങ്ങളായി. മറഅത്ത് മുഹമ്മദിന് മുൻപ് യൗമുൽ ജുമുഅത്തി. അതേപോലെ ഹുവ ഗായിബുൻ മുൻപ് ഉസ്ബുഈൻ, അവൻ ഒരാഴ്ചയായി ആബ്സെന്റ് ആണ്. അതേപോലെ അസാലിസ് നസ്കുനു ഫി ഹാദൽ ബൈത്തി മുൻദു സനത്തിൻ, ഞങ്ങൾ ഈ വീട്ടിൽ ഒരു വർഷമായി താമസിക്കുകയാണ്. സനത്തുൽ വർഷം. സനത്തിന്റെ ബഹുവചനമാണ് സിനീന. സനവാത്ത് എന്ന് പറയാം. അല്ലേ? അതാം. അല്ല, സനത്തുൻ എന്ന് പറഞ്ഞതിന്റെ ബഹുവചനമാണ് സനവാത്തുൻ അല്ലെങ്കിൽ സിനീന. ആമ് സനത്തിന്റെ പര്യായ പദമാണ്. അവിടെ ഐനാണ് ആമ്. ഇവിടെ സനത്ത് സീനും നൂനുമാണുള്ളത്. അറാബിയ ഹുവ മരീദുൻ മുൻദു റുജൂഇഹി മിൻ ബലദിഹി. മുൻദു റുജൂഇഹി, അദ്ദേഹത്തിന്റെ മടക്കത്തിന് ശേഷം, മടക്കം മുതൽ, മിൻ ബലദിഹി, നാട്ടിൽ നിന്നും അദ്ദേഹം മടങ്ങിയത് മുതൽ ഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്. الخامس أعرف هذا الشيخ منذ 5 سنوات. സനത്തിന്റെ ബഹുളമാണ്. അഴരിഫ് ഹാദ ഷേഖ, ഈ ഷേഖിനെ ഞാൻ അറിയും. മുൻദു 5 സനവാത്തിൻ, നേരത്തെ പറഞ്ഞു മുൻദുവിന് ശേഷമുള്ള അതിന് കെസ് കൊടുക്കണം. മുൻദു ഉസ്ബുഈൻ, 5 വർഷമായിട്ട്. 5 വർഷമായി. മുൻദു 5 സനവാത്തിൻ, 5 വർഷമായി ഞാൻ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതേപോലെ ഹുവ യറ തഅമ്മൽ മാ യലി. ഹുവ യറ, അൻത തറ, അന അറ, നഹ്നു നറ. നമ്മളെ റായുടെ രൂപങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. ഇവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ യളഉൽ മുദരിസു അഷ്യാ അല മക്തബിഹി. യളഉൽ മുദരിസു അല അഷ്യാ അല മക്തബിഹി, അദ്ദേഹം മേശപ്പുറത്ത് കുറെ സാധനങ്ങൾ വയ്ക്കുന്നു. മേശപ്പുറത്ത് കുറെ സാധനങ്ങൾ വയ്ക്കുന്നു. ഞാൻ വേണേൽ കുറെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇവിടെ കുറെ സാധനങ്ങൾ ചിലപ്പോൾ ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് മാറുന്നുണ്ട്. ക്യാമറയ്ക്ക് അതെ, ഓക്കെ, അവിടെ വെച്ചാലേ കാണുന്നു. അല്ലേ? അപ്പൊ എന്താണ് യദഉൽ മുദരിസു, അധ്യാപകൻ വയ്ക്കുന്നു. അഷ്യാ, ഇവിടെ അഷ്യാ എന്ന് ഒരു കാര്യമല്ല. ഇവിടെ അഷ്യാ എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾ, കേട്ടോ. അഷ്യാ ചില വസ്തുക്കൾ. അല മക്തബിഹി, അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ചില വസ്തുക്കൾ വയ്ക്കുന്നു. ഔ യർസുമു അല സബൂറത്തി. യർസുമു എന്താണ്? റസമ യർസുമു, വരച്ചു. മിർസം പെൻസിൽ. മിർസം പെൻസിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ടാണ് പെൻസിൽ. റസ്സാം എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ്. റസ്സാം വരയ്ക്കുന്നയാള്, വരപ്പുകാരൻ. അപ്പോ ഔ യർസും അല്ലെങ്കിൽ വരച്ചു കാണിക്കുന്നു. അല സബൂറത്തി, ബോർഡിൽ. അഷ്യാ ചില വസ്തുക്കൾ. വയസ്അലു, എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു. കുല്ലം മിനത്തുല്ലാബി, ഈച്ച് ഓഫ് ദ സ്റ്റുഡന്റ്, ഓരോ സ്റ്റുഡന്റിനോടും. കുല്ലം മിനത്തുല്ലാബി മദാ തറ അലൽ മക്തബി, നീ എന്താണ് മേശമേൽ കാണുന്നത്? അപ്പൊ എന്ത് പറയണം? അറ, ഞാൻ കാണുന്നു എന്ന് പറയണം. അത് പറഞ്ഞു. യുജീബു ത്വാലിബു വയഖൂലു അറ കലമൻ, ഞാൻ പേന കാണുന്നു. കിതാബൻ, കിതാബ് കാണുന്നു. സാഅതൻ, വാച്ച് കാണുന്നു. ഓക്കെ, എങ്ങനെ പറയും? ഒരാൾ പറഞ്ഞ് മാതാ തറ ഷറഫു, ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു ഇതില്. മാതാ തറ ഷറഫു, ഞാൻ പെൻസിൽ കാണുന്നു, അങ്ങനെ പറയും. ماذا ترون يا طلاب؟ ماذا ترون؟
മാതാ തറവനെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം? നിങ്ങളെ പുസ്തകങ്ങൾ കാണുമ്പോൾ പറയും. അറോനാണ് എന്താണ് നഹ്നു. കാണുന്നത്? ആ നഹ്നു. നഹ്നുവിന്റെ കൂടെ എന്ത് ചേർക്കണം? നെറ. ആ നഹ്നു നെറ എന്ന് പറയണം. അന അറ എന്ന് പറയുന്നെങ്കിൽ പറയുകയാണെങ്കിൽ നഹ്നു നെറ എന്ന് പറയണം. മാതാ അറ മാതാ അറ അല മക്തബി. എന്റെ മേശപ്പുറത്ത് എനിക്ക് എന്താ കാണാൻ പറ്റും? ഞാൻ പേന കാണുന്നു നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ പേന കാണുന്നു നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ പേന കാണുന്നു നിങ്ങൾ എങ്ങനെ പറയുന്നു? അന അറ അന അറ അന അറ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നതല്ലേ? നെറ. ഞാൻ കാണുന്നത് നിങ്ങൾ എങ്ങനെ പറയും? നഹ്നു നറ. നഹ്നു. അന്തതറ ആ നന്തത്തറ എന്ന് പറയണം. അന്തതറ. അന്തതറ അന്തതറ. മാതാ യറ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? മാതാ യറ, അദ്ദേഹം എന്ത് കാണുന്നു ചോദിച്ചാൽ എന്ത് പറയണം? ഹുവയറ ആ ഹുവയറ. ഹുവയറ. അങ്ങനെ പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. തഅമ്മൽ മാ യലി. ഇപ്പൊ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാല് മാ അറാ ഷൈഅൻ എന്ന് പറയണ്ടേ? അന മാ അറ ഷൈഅൻ. എങ്ങനെ അന അന മാ അറാ ഷൈഅൻ. ഓക്കെ. അന മാ അല്ല, അന ലാ അറ. ലാന്ന് പറയണ്ടേ അല്ലേ? ആ അതെ അതെ അതെ. പൂർണ്ണക്രിയയുടെ ലാ ഉപയോഗിക്കണം. അന ലാ അറ ഷൈഅൻ. تأمل ما يلي. أرجو أن تسمح. أرجو أن تسمح. എന്താ അർത്ഥം? റിക്വസ്റ്റ് ഫോർ പെർമിഷൻ. I request you to permit. You to permit. അൻ തസ്മഹ, നിങ്ങൾ അനുവദിക്കാൻ. അർജു അൻ തസ്മഹ. അർജു അൻ തസ്മഹ ലീ എന്ന് പറഞ്ഞാൽ I request you to permit me or to allow me. അർജു അൻ തസ്മഹ ലഹു എന്ന് പറഞ്ഞാലോ? പെർമിറ്റ് permit you, permit him or allow him. I request you to allow him. An tasmaha, you permit. പിന്നെ അർജു അൻ തസ്മഹ ലന, ഞങ്ങൾക്ക് താങ്കൾ അനുവാദം നൽകണം. അർജു അൻ തസ്മഹ ലന, ഞങ്ങൾക്ക് താങ്കൾ അനുവാദം നൽകണം. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കേട്ടോ? അർജു അൻ തസ്മഹ ലന ബിദ്ദുഖൂൽ, പ്രവേശിക്കാൻ. മറ്റേത് ബിൽ ഖുറൂജ്, മറ്റേത് ഏറ്റവും മുകളിൽ പറഞ്ഞ ബിൽ ജുലൂസ്, ഇരിക്കുന്നതിന്. അർജു അൻ തസ്മഹ ലി ഹാമിദിൻ, താങ്കൾ ഹാമിദിന് അനുവാദം നൽകാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അർജു അൻ തസ്മഹ ലി ഹാമിദിൻ ബി സിയാറത്തിക, താങ്കൾ വിസിറ്റ് ചെയ്യാൻ. ഹാദിഹി അസ്മാഉൽ ഫുസൂൽ. ഫുസൂൽ അറിയാമല്ലോ? ഫസ്ല്, ഫസ്ല് ക്ലാസ്. ഫുസൂലോ? ഇവിടെ ഫുസൂല് സ്ഥലത്താണെങ്കിലോ ഒരു കൊല്ലത്തെ ക്ലാസ്സാണ്. ഒരു കൊല്ലത്തെ ക്ലാസ് അല്ല. അവിടെ ഡിവിഷൻ. കൊല്ലത്തെ എന്തിനു വേണ്ടിയാണ് ഡിവൈഡ് ചെയ്യുന്നത്? കൊല്ലത്തിന്റെ പിന്നെന്താ പറയാ, അതിന്റെ അവസ്ഥ പറയുന്നതിന് വേണ്ടി, വെതർ ഉദ്ദേശിച്ചിട്ടാണ്, കാലാവസ്ഥ ഉദ്ദേശിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് വർഷത്തെ. താഴെ എഴുതി കണ്ടില്ലേ? ഷിതാ, റബീഅ്, സൈഫ്, ഖരീഫ്. ആ ഷിത എന്താ? വിന്റർ സീസൺ. വിന്റർ. റബീഅ് സ്പ്രിംഗ് സീസൺ. ആ വസന്തകാലം എന്ന് പറയും. സൈഫ് ഉഷ്ണകാലം, സമ്മർ സീസൺ. സമ്മർ. പിന്നെ ഖരീഫോ? ഖരീഫ് ഇംഗ്ലീഷിൽ പറയുന്നത് ഓട്ടം സീസൺ. ശരത്കാലം. റബീയിലായിരിക്കും ഈ ഇതുണ്ടാവണം അല്ലെ, കായ്കനികൾ ഉണ്ടാവുന്നു. വസന്തം, പുഷ്പിക്കുന്നത്. മറ്റ് ഖരീഫ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയും കാലാണോ അത് ഉദ്ദേശിച്ചത്? ഇല പൊഴിയും കാലം.
ലീലാഫി ഖുറൈശിൻ ലീലാഫിഹിം റിഹ്ലത അതെ, ശിതാഇ. ഷിത്തായും സൈഫും ഉണ്ട്. ഉം. ബാക്കി റബിയും ഖരീഫും പഠിച്ചാൽ മതി നമ്മള്. അതെ. റബിയെ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം, കാരണം റബിയ ലവൽ ഉള്ളതുകൊണ്ട്. ഉം. റബിയ ലവൽ, റബിയ സാനിയും ഉണ്ട്, അല്ലെങ്കിൽ റബിയ ആഖർ. ഓക്കെ, അതോടുകൂടി നമ്മുടെ പാഠം അവസാനിക്കുകയാണ്. അൽ കലിമാത്തുൽ ജദീദ എന്തൊക്കെയാണ്? ഉത്തുലത്ത് എന്താണ്? അവധി. അവധി. ആമുൽ മുഖബിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വർഷം, കമ്മിങ് ഇയർ. തണുപ്പ്. കമ്മിങ് ഇയർ പറയാനില്ല, നമ്മൾ മലയാളത്തിലാണെങ്കിൽ വരുന്ന കൊല്ലം എന്നൊക്കെ പറയും. ഉത്തലത്തിന് അവധിയാണ് അല്ലേ? ഉത്തരത്ത് അവധി, വേനൽ. ഉത്തരത്ത് സൈഫ്, വേനലവധി. അവിടെയാണെങ്കിൽ ഉത്തരത്ത് ഷിതായി ഉണ്ടാവും, കാരണം കഠിനമായ തണുപ്പ് വരും. അപ്പൊ കഠിനമായ ചൂടിനെ പോലെ തന്നെ കഠിനമായ തണുപ്പിന് അവധി കൊടുക്കും. ജുബാബ് എന്താ? ഈച്ച. അതിന്റെ ബഹുജമാണ് ജിബാനും. ലിബാനുന്നാണ് അല്ലേ? ലിബാബുന്നല്ല. അല്ല, ഇദ്ബാബ് നമ്മൾ ഈ പാഠം പഠിച്ചിട്ടില്ല, ഈ പാഠത്തിലില്ല. ജുബാബ്, ജുബാബാണ് ഈ പാഠത്തിലില്ലാത്തത്. സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ പേജിലുണ്ട്. ജുബാബ്, ജുബാബ്. മിസർ, മിസർ എന്താ? മിസ്റു ഈജിപ്റ്റ്. ഈജിപ്റ്റ്. ഹുദൂ, ശാന്തത. ശാന്തത. ഹുദൂ ശാന്തത. ഹുദൂ അൻ എന്നാണ് ശാന്തമായി. ഇലാനും ട്രീറ്റ്മെന്റ്. അല്ല, അത് ഇലാജാണ് ട്രീറ്റ്മെന്റ്. ഇലാനും പരസ്യം, അഡ്വർടൈസ്മെന്റ്. ഇലാൻ അത് ഈ പാഠത്തിൽ കണ്ടില്ല. പാഠത്തിൽ കണ്ടില്ല. ചിലപ്പോൾ ഈ പഴയ പാഠത്തിലേക്ക് ഉണ്ടായിരുന്ന വാക്കുകൾ അവിടെ തന്നെ കിടക്കുകയായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്തപ്പോഴത്തേക്കേ അങ്ങനെ ചില വാക്കുകൾ ചില പാഠങ്ങളിലുണ്ട്. ഇലാൻ കേട്ടാ, പരസ്യം അല്ലെങ്കിൽ വിളംബരം. അഹ്ലൻ, ആൾക്കാർ. ആൾക്കാർ. ആമുൽ മുഖബിലോ കഴിഞ്ഞ കൊല്ലം അല്ലേ? നെക്സ്റ്റ് ഇയർ. ആമുൽ മുഖബിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം എന്ന് പറയാം. ആമുൽ മാദിയാണ് കഴിഞ്ഞ കൊല്ലം. അതിന്റെ അർത്ഥമാണ് പറയുന്നത്. ആമുൽ മുഖബിൽ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത് കേട്ടാ. കൊബുല് മുൻഭാഗം, കൊബുല് മുൻഭാഗം, ദുബുറ് പിൻഭാഗം. അക്ബര മുന്നിട്ടു, അദ്ബറ പിന്നിട്ടു. ആമുൽ മുഖബിൽ വരുന്ന കൊല്ലം. അള്ളാറഫ് നമ്മൾ പറഞ്ഞ അള്ളാറഫിന്റെ ബഹുവചനം ലറൂഫാണ്. ലൗല എന്നായിരുന്നു, അറിയില്ല. ലൗല വേറെ ഏതോ ഒരു പാഠത്തിലുണ്ടായിരുന്നു. ഈ പാഠത്തിലാണെന്ന് ചോദിക്കുന്നു. ലൗല ബഹളം. ബഹളം അതൊക്കെ പറഞ്ഞു. ലൗല ബഹളം. അശ എന്താണ്? രാത്രി ഭക്ഷണം. അശ രാത്രി ഭക്ഷണം. ഇഷ രാത്രി നമസ്കാരം. രാത്രി നമസ്കാരം. അപ്പൊ വുളൂന് വാവിനെ വമ്മിട്ടാല് വുളൂന് എന്താ അർത്ഥം? വാവിനെ വമ്മിട്ടിട്ട് വുളു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണ പറയുന്ന വലു. അതിന് വാവിന് ഫത്തഹിട്ടാല് വലു എന്ന് പറഞ്ഞാൽ വുളുവിന് വമ്മിട്ടാല് ഹംസ് അവിടെ ഉണ്ട്. വുളുവിന് വമ്മിട്ടാല് വുളു സാധാരണ അംഗസ്നാനം. അതിന് വാവിന് വമ്മ മാറ്റിയിട്ട് ഫത്തഹിട്ടാല് അത് ഒന്നു എടുക്കാനുള്ള വെള്ളം എന്നാണ്.
ഇലാജ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ്. സമഹ യസ്മഹു സമാഹൻ. നേരത്തെ പറഞ്ഞ സമഹയാണ്. അന്ത അസ്മഹ പറഞ്ഞില്ലേ? അപ്പോ എന്തോ അനുവാദം സമാഹം നൽകി. അനുവാദം നൽകി. അനുവാദത്തിന് കുറച്ചുകൂടെ ഒരു എന്താന്ന് പറയാ, മയമുള്ളൊരു വാക്കുണ്ട്. അനുവാദം നൽകി, അനുമതി നൽകി. സാറ യസൂറു സിയാറത്തൻ. എന്താർത്ഥം? സന്ദർശിച്ചു, സന്ദർശിക്കുന്നു, സന്ദർശനം. സന്ദർശനം ചെയ്യാതെ. അതായത് സാറ യസൂറു സിയാറത്തൻ എന്നിവിടെ കൊടുക്കാൻ കാരണം ആ ക്രിയ, ഒരു ക്രിയ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ക്രിയാധാതു അടക്കമാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് സാറ യസൂറു സിയാറത്തൻ എന്ന് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ വിസിറ്റ് എന്ന് മാത്രം, വിസിറ്റഡ് എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ സന്ദർശിച്ചു. കാരണം യസൂർ എന്നത് അതിന്റെ അപൂർണ ക്രിയ ഉദ്ദേശിക്കുകയാണ്. സിയാറത്ത് എന്നുള്ളത് ക്രിയാധാതുവാണ്. പിന്നെ ക്രിയാധാതുവിനെ ഡിക്ഷണറികളിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക, അതിന്റെ അടയാളം എന്ന് പറയുന്നത് ഫത്തഹത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാറ യസൂറു സിയാറത്തൻ, അങ്ങനെയാണ് ക്രിയാധാതു ഉപയോഗിക്കുന്നത്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് കൂടുതലാണ് പഠിക്കുന്നത്, ലംബിട്ടിട്ടാണ് പഠിക്കുന്നത്. ബദഅ യബ്ദഉ ബദ്അൻ. ബദഅയുടെ അർത്ഥം ആരംഭിച്ചു. അംകന യുംകിനു. അംകന യുംകിനു സാധ്യമായി. ബഖിയ യബ്ഖ. ബാക്കിയായി. ബസഖ യബ്സുഖു. അത് പാടത്തിൽ വന്നില്ലേ? ബസഖ യബ്സുഖു എന്താണ്? തുപ്പി. തുപ്പിന്നു. സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റ് അല്ല, സ്പിറ്റ്. SPIT. ഓക്കെ. അപ്പം എത്രാമത്തെ പടം കഴിഞ്ഞത്? ദർസുൽ ആശിർ. 10ാമത്തെ പടം കഴിഞ്ഞു. നമ്മൾ എന്നാണ് പരീക്ഷ നടത്തിയത്? 2 മാസം. ഏത്? രണ്ടൊന്നും ഇല്ലല്ലോ. നോമ്പ് കഴിഞ്ഞാണ്. അല്ല, ഈ ടൈമിന്റെ പരീക്ഷ നടത്തിയോ? കഴിഞ്ഞ 15 പാഠത്തിന്റെ കഴിഞ്ഞ് അതിനുശേഷം 16 പാഠം കഴിഞ്ഞ് 16ഉം 17ഉം എടുത്തപ്പോ റിസൾട്ടും വന്നല്ലോ. 1 മാസമായിട്ട് തുടങ്ങിയിട്ട്. റിസൾട്ട് വന്നില്ലേ? റിസൾട്ട് വന്നല്ലോ. ഓക്കെ. പാഠം 17 കഴിഞ്ഞു. 16ഉം 17ഉം ഇപ്പൊ എടുത്തത്. 15 വരെയാണ് എക്സാം കഴിഞ്ഞത്. ഓക്കെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത പ്രാവശ്യം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചർച്ചകളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ സംസാരത്തിൽ കുറച്ച് ടെമ്പർ കൂടിയല്ലോ എന്ന് എനിക്കറിയില്ല. എന്നാലും പഠനം നന്നായി പഠിക്കുക. നേരത്തെ നമ്മൾ പാഠത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ അറബി ഭാഷ പഠിക്കുന്നത് ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഖുർആൻ മനസ്സിലാക്കിയാൽ സ്വർഗത്തിൽ പോകാം. ഖുർആൻ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. അതിനനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ ലോകത്തും ഇവിടെ നിന്ന് അങ്ങോട്ട് അനന്തമായ ആ കാലഘട്ടം വരെ ഖാലിദീന ഫീഹ, നമുക്ക് എവർ ലാസ്റ്റിംഗ് പ്രയോജനം ചെയ്യുന്ന അറിവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പരിഗണിക്കുകയും അതിനുവേണ്ടി ഉചിതമായ സമയം അലോട്ട് ചെയ്യുകയും അത് നന്നായി പഠിക്കുകയും ഇതിൻ്റെ ഓടുള്ള അഭിനിവേശവും സ്പിരിറ്റും അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യാം. അവരെ അറബി ഭാഷ പഠിക്കുക, അറബി ഭാഷയോട് താല്പര്യമുള്ളവരാക്കണം. അറബി ഭാഷ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരും അങ്ങനെ ഖുർആൻ വായിച്ച് മനസ്സിലാക്കുന്നവരും ആക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. والسلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته.